ഇന്ന് ഞായറാഴ്ച നമ്മുടെ ഇന്നത്തെ യാത്ര ഒരു ആപ്പിൾ ഫാമിലാക്കുക. യൂപിക് ഫാം എന്ന് പറയും. നമ്മളിപ്പം പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒരു ബാഗ് തരും. ആ ബാഗിൽ നിറച്ചിട്ട് എത്ര ബാഗിൽ എടുക്കാൻ പറ്റുമോ അത്രയും പൈസ കൊടുത്താൽ മതി. യൂപിക് ഫാം എന്നാണ് പറയുന്നത്. അവിടെ കുറേ മൃഗങ്ങളൊക്കെ ഉണ്ട്, കാണിച്ചു തരാം. നോക്കിക്കോ, ഇതിൻ്റെ എൻട്രൻസ് ആയത് ഇങ്ങനെ പോകും. ഞാനും എൻ്റെ ഭാര്യയും മോളും കൂടി പോയ ഒരു സ്ഥലമാണ് ഇത്. ടർക്കി കോഴി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ടർക്കി കോഴി. ഞാൻ കുറേ നേരം അവിടെ നിന്ന് അതിനെ നോക്കി. ഇതാണ് ഇവിടുത്തെ രാജാവ്. ഇവനെ ഒറ്റക്കിട്ടിരിക്കണം. എന്താ വെച്ചാൽ ഇവനെ തുറന്നു വിട്ടാൽ പോയിടത്തെല്ലാം കുട്ടികളെ ഉണ്ടാക്കളി. അതുകൊണ്ട് ഒറ്റക്കിട്ടിട്ടുള്ള അവൻ്റെ ഭാര്യയും മക്കളും കാണിച്ചത്. അതാ അവൻ്റെ ഭാര്യയും മക്കളായത് 4-5 ഉണ്ട്. പക്ഷെ അവനെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ വെറും കുട്ടികളുണ്ടാക്കല പരിപാടി. പിന്നെ ആടുകൾ, പലതരം ആടുകളുണ്ട്. ഇത് മലമുകളിൽ കയറുന്ന ആടുകളാണ്. നല്ല ഭംഗിയാ. ഒത്തിരി പേര് അവിടെ കാണാൻ വരുന്നുണ്ട്. അതെ, നമുക്ക് വേണം പൈസ കൊടുത്തിട്ട് അതിൻ്റെ ഫീഡ് മേടിച്ച് അവർക്ക് കൊടുക്കാം. കുറച്ച് മൃഗങ്ങളേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഷോപ്പിലേക്ക് അതിൻ്റെ അകത്ത് തന്നെയുള്ള ഷോപ്പാണ് ഇവരുണ്ടാക്കുന്നത്. ഇതിനകത്ത് ആപ്പിളിനെ കൊണ്ടുണ്ടാക്കുന്ന പലതരം കാര്യങ്ങളാണ്. ആപ്പിൾ സൈഡർ എന്ന് പറയും അതിന്. പിന്നെ സൂര്യകാന്തി പൂക്കളും ഉണ്ട് കേട്ടോ. പൂക്കളുണ്ട് ഇഷ്ടം പോലെ. ആപ്പിളിൻ്റെ തോട്ടത്തിൽ നമ്മളിതാ ഞങ്ങൾ ആപ്പിൾ തോട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. ഏക്കർ കണക്കിന് ആപ്പിൾ തോട്ടം. ഇങ്ങനെ ആപ്പിൾ തോട്ടത്തിൽ ഇവിടെ നിന്നാണ് നമ്മൾ ബാഗ് മേടിക്കേണ്ടത്. അപ്പൊ ആ ബാഗിന് $52. നമ്മുടെ നാട്ടിൽ ആദ്യം എൻട്രൻസ് ആയിരുന്നു, രണ്ടാമതും ബാഗ്. ഈ നമ്മുടെ നാട്ടിൽ $3000 ഒരു ഈ ബാഗിൽ. പക്ഷെ നമുക്ക് ഇഷ്ടം പോലെ ആപ്പിൾ പറിക്കാം. ആ ബാഗിൽ എത്ര കൊള്ളുന്നു അത്രയും ആപ്പിൾ പറിക്കാം. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ തെരഞ്ഞ് പിടിക്കുകയാണ് ആപ്പിൾ പറിക്കാൻ വേണ്ടിയിട്ട്. പലതരം ആപ്പിൾ കേട്ടാ. നമ്മളിന്ന് പോയത് 2 തരം, സൺറൈസും വേറെ എന്തോ ഒരു പേര്, ഒരു ആപ്പിളും കൂടി പറിക്കാനാ പോയത്. റോയിലുണ്ട് ഇങ്ങനെ ഇങ്ങനെ പറിച്ച് തിന്നുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക്. അതിന് പറിച്ച് ബാഗിലിടുന്ന സമയത്ത് തന്നെ ബാഗിന്റെ പകുതി തന്നെ ഓരോ ആൾക്കാർ കഴിക്കുന്നുണ്ട്. കട്ടിട്ടല്ല കേട്ടോ, ഇത് നമുക്ക് അവര് ഇത് തരും, അനുവാദമുണ്ട് പറിച്ച് കഴിക്കാൻ. നല്ല ഫ്രഷ് ആപ്പിളാണ് ഇത്. നമുക്ക് വേണ്ടി മാത്രം. അയ്യോ, അതിൻ്റെ ഇടയ്ക്ക് ഒരാൾക്ക് റൊമാൻറ്റിക് ആയിട്ട് എടുത്ത് ഉയർത്തണം. അതല്ല കേട്ടോ, ആർത്തിയാണ് ഏറ്റവും മുകളിലുള്ള ആപ്പിൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതാ അയ്യോ, സ്നേഹം, എൻ്റെ പ്രേമം, വയസ്സുകാലത്തും പ്രേമം. വയസ്സായി ആരാ പറഞ്ഞത്? അതാണ് ഒരാപ്പിളിന്റെ പേര് സൺറൈസ്. ഇത് നമ്മൾ കഴിച്ചതിന്റെ ബാക്കി ഇവിടെ കൊണ്ടിടണം. അതിന്റെ ബാക്കിയും അത് നിലത്തെല്ലാം വീണെല്ലാം കൊണ്ടിടാണെങ്കിൽ നമുക്ക് സമയം ഉണ്ടെങ്കിൽ. അത്രയും വൃത്തിയാണ് ഇവിടെ ആപ്പിൾ തോട്ടത്ത് കാണാൻ. ഇങ്ങനെ നിരനിരായി ഏക്കർ കണക്കിന് പലതരം ആപ്പിൾ കേട്ടോ, ഒരു തരം ആപ്പിൾ മാത്രമല്ല. നല്ല രസമാണ് ഫാമിലി ആയിട്ട് പിക്നിക് പോകുന്നത്. അന്ന് നല്ല ഞങ്ങളതാ ഒരു ബക്കറ്റ് ബാഗ് നിറച്ചും പറിച്ച് ബാക്കി കഴിക്കുന്നുണ്ട്. എത്ര വയറ്റി പോയി? ബാഗിന്റെ പകുതി പോയോ? ഞാൻ 2-3 കഴിച്ചു. ഞാനും 3 കഴിച്ചിട്ടുണ്ടാവും. പക്ഷെ ഒരു ചക്ക, നാട്ടിലെ ചക്കന്റെ മണ്ണുമാണ് ഇപ്പൊ കഴിക്കാതെ അധികം കഴിക്കാതെ നിൽക്കുന്നത്. ഞങ്ങള് വീഡിയോ എടുക്കുന്നതൊക്കെ. അപ്പൊ ആപ്പിളൊക്കെ നിറച്ചും പറിച്ച് ബാഗിൽ നിറച്ചും ഇട്ടിട്ടുണ്ട്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ ഇത് ഇനി വരുന്ന ഈ ഒരു ഈ ഫാം തുടങ്ങിയത് മുതലുള്ള കാര്യം. അത് അന്ന് ആരാ തുടങ്ങിയത്? 80 വർഷം മുമ്പ്. അങ്ങനെ ഓരോ ചരിത്രങ്ങളാണ്. അവരുടെ അച്ഛൻ, അവരുടെ മക്കൾ, അതല്ല അവരാണ് മക്കളാണ് ഇപ്പൊ ഈ നടത്തുന്നത് ഈ കൃഷിയുടെ. അപ്പൊ അതിനെ കുറിച്ച് പറയാം. ഇത് കണ്ടോ, ക്ലോസറ്റില് ഇതിനകത്ത് നമ്മളെ വാഷ്റൂമിന്റെ പുറത്തുള്ള സംഗതി കേട്ടോ ഇത്. അത് പൊട്ടിപ്പോയത്. അതാ ഒരാൾ ട്രാക്ടർ ഓടിക്കുന്നവർ അഭിനയിക്കുകയാണോ ശരിക്കും ഓടിക്കുന്നുണ്ടോ? ട്രാക്ടറാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ ഇതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാ. നമ്മളെ ഒഫീഷ്യൽ ഫോട്ടോഗ്രാഫർ, ഒഫീഷ്യൽ വീഡിയോഗ്രാഫർ, എഡിറ്റർ എല്ലാം. അതാ ട്രാക്ടർ ഓടിക്കാണ് നന്ദന. ഹലോ നന്ദന. ചിരിയണ്ട എന്റെ. അപ്പൊ എല്ലാരും ഞങ്ങള് സപ്പോർട്ട് ചെയ്യാ. ഇഷ്ടപ്പെട്ടാൽ എല്ലാരും ലൈക്ക്